സോ ഇപ്പം എന്നെ അറിയാത്തവർക്ക് വേണ്ടി മൈസെൽഫ് ഐ എം മുഹമ്മദ് സൊല ആൻഡ് ഐ എം ഫ്രം തൃശ്ശൂർ നിന്നാണ് ഞാൻ വരുന്നത്. പലരും ഇപ്പോൾ 2024 നിന്ന് 25 കടന്നപ്പോൾ പല റെസൊല്യൂഷൻസും പല എയിംസും ഗോൾസും ഒക്കെ ഡിസൈഡ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അവർക്ക് വേണ്ടി ഞാനൊരു എക്സ്പീരിയൻസ് അല്ല എൻ്റെ ഒരു റെസൊല്യൂഷൻ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അതായത് 2024 നവംബർ മാസം കഴിയുന്നതോടെ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. കാലത്ത് 6 മണിക്ക് എനിക്ക് എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് എനിക്കുന്നുള്ളൊരു ഡിസിഷൻ. അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് കുറച്ച് ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു. അതായത് അത്രയും ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങുന്നൊരു ഇന്നെന്തായാലും 6 മണിക്ക് എനിക്കും അല്ലെങ്കിൽ നാളെ എന്തായാലും 6 മണിക്ക് എനിക്കും എന്ന് ഡിസൈഡ് ചെയ്തിട്ട് കിടന്നത്. സോ അത് കാരണം അന്ന് എനിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം നേരത്തെ തന്നെ കിടന്നുറങ്ങി, ഒരു 10 മണി 11 മണിക്കായപ്പോൾ കിടന്നുറങ്ങി. കാലത്ത് 6 മണിക്ക് തന്നെ എണീറ്റു. പിന്നെ ഇപ്പോൾ പല്ല് തേച്ചു, പിന്നെ സ്വന്തമായിട്ടൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചു. ആദ്യത്തെ ദിവസം നമ്മൾ സ്മൂത്തായിട്ട് ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നു. ഈ സംഭവം ഒരാഴ്ച വരെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു എനിക്കുണ്ടായിരുന്ന മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ലേ, ഒരു കൺസിസ്റ്റൻസി, ആ കൺസിസ്റ്റൻസി അങ്ങോട്ട് ഇല്ലാണ്ടായി തുടങ്ങി. ലൈക്ക് കാലത്ത് 6 മണിക്ക് എനിക്കും, പിന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കും, കുടിക്കും, ബുക്ക് വായിക്കും, പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്ത പോലെ, അതായത് ഒന്നും ചെയ്യാനില്ലാത്ത ടൈപ്പ് ഓഫ് ഫീലിംഗ് ആയി. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു മടി അല്ലെങ്കിൽ ഒരു ഉറക്കം പോലെ ഒരു ഇത് വരും. ഒരു 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും 8 മണിക്ക് കിടന്നുറങ്ങും. പിന്നെ എനിക്കിന്ന് 11 മണിക്ക് ആയിട്ടായിരിക്കും. പിന്നെ ആ റുട്ടീൻ അങ്ങോട്ട് ഇതേപോലെ നമ്മൾ ഒരിക്കലും ഒറ്റയടിക്കായിരിക്കില്ല എന്ത് സാധനം. ഇപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും കാലത്ത് ഇതേപോലെ ഒരാഴ്ച വരെ നനയ്ക്കലുണ്ടായിരുന്നു എല്ലാ ദിവസവും. പക്ഷേ ചില ദിവസങ്ങളിൽ ഇപ്പോൾ മഴ പെയ്യരും, ആ ഒരു റെയിനി ടൈമായിരുന്നു. അപ്പോൾ അത് തന്നെ മഴ പെയ്ത കാരണം അന്നത്തെ ദിവസം നനയ്ക്കേണ്ടി വരുന്നില്ല. സോ ആ ഒരു ടൈം ബാക്കി വരാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇപ്പോൾ ചില ദിവസം ന്യൂസ് പേപ്പർ വന്നില്ലെങ്കിലും, ഒരാഴ്ച വരെ വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ വന്നില്ലെങ്കിലും ആ ഒരു ടൈം, ആ ഒരു ഗ്യാപ്പ് വരാണ്. സോ അത് ഫില്ല് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്ക്യൂസ് പോലെ ലേസിനെസ് വരും. ഇപ്പോൾ 6 മണിക്ക് എണീറ്റു, കട്ടൻ കാപ്പി കുടിച്ചു, ന്യൂസ് പേപ്പർ വായിച്ചു. ന്യൂസ് പേപ്പർ ഇപ്പോൾ വന്നില്ലെങ്കിൽ ബുക്ക് കുറച്ച് നേരം വായിക്കും. എന്നിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഉറക്കം വരും, നേരെ ഒന്ന് ഫോണും പിടിച്ച് കിടന്നുറങ്ങും. ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്ന സംഭവമായിരുന്നു ഇത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് റീൽസ്, അതായത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യില്ല എന്ന് ഡിസിഷൻ എടുത്തിരുന്നു. പക്ഷേ ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച വേണ്ടി വന്നില്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറിയാണ്ടായാലും ഇപ്പോൾ റീൽസിലേക്ക് പോകും. പിന്നെ അതും ഇരുന്ന് കഴിഞ്ഞാൽ ടൈം പോകണം അറിയില്ല, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോണ സമയം അറിയില്ല. സോ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറച്ച് കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ തീരെ തൊടില്ല എന്നല്ല, തീരെ യൂസ് ചെയ്യില്ല എന്നല്ല, ഒരു ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ അങ്ങനെ ഒരു ടൈമിങ് വെച്ചിരുന്നു. പക്ഷേ ഈ ഓട്ടോമാറ്റിക്കലി 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അറിയാണ്ടായാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസേജ് വന്നു തുടങ്ങി. അപ്പം അതിനൊപ്പം തന്നെ ഞാൻ കിടന്നുറങ്ങണ നേരം വൈകി തുടങ്ങി. സോ ഡെയിലി നമുക്കിപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അതായത് എല്ലാ ദിവസവും ഇപ്പോൾ ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടിയാലേ നമുക്ക് കാലത്ത് എനിക്ക് ഒരു എനർജി ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷെ 6 മണിക്കൂർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ എനിക്കുണ്ടല്ലെങ്കിൽ ആ ടൈം ഉറക്കം കിട്ടുമല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് വന്നു തുടങ്ങും. സോ അത് കാരണം ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ 6 മണി എന്നുള്ള സംഭവം പതുക്കെ 7, 8, 9 അങ്ങനെ 10 ആ ലെവലിലേക്ക് എത്തി. സോ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാം കൂടി അറ്റ് ദ സെയിം ടൈം ഡിസൈഡ് ചെയ്താൽ നടക്കില്ല കാര്യങ്ങൾ. അതായത് ഇപ്പം ഞാൻ 6 മണിക്ക് എനിക്കെന്നത് ഡിസൈഡ് ചെയ്തു, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യില്ല എന്ന് ഡിസൈഡ് ചെയ്തു. യൂസ് ചെയ്യില്ല എന്നല്ല, റീൽസ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യില്ല, യൂട്യൂബ് ഷോർട്സ് കാണില്ല കാണില്ല എന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ അതുപോലെ പല പല ഡിസിഷൻസ് എടുത്തു. പക്ഷേ എല്ലാം കൂടി ആയപ്പോൾ ആദ്യത്തെ ഒരാഴ്ച വരെ നമുക്ക് സ്മൂത്തായിട്ട് പോകും, ആ കൺസിസ്റ്റൻസി പോലെ പോകും. പിന്നെ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു എക്സ്ക്യൂസസ് പോലെ കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലേ റീൽസ് കാണാം, അല്ലെങ്കിൽ ഷോർട്സ് കാണാം, അല്ലെങ്കിൽ 6 മണിയല്ലേ നല്ല മഴയാണല്ലോ എണീറ്റിട്ട് കാര്യമൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ലല്ലോ, ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ടാവില്ല. സോ അത് കാരണം കുറച്ച് നേരം കൂടി ഒരു 15 മിനിറ്റ് ഇവിടെ ഉറങ്ങാമെന്ന് വിചാരിച്ച് കണ്ണടയ്ക്കും. പിന്നെ എനിക്കത് ഒരു 8-9 മണിയൊക്കെ ആയിട്ടായിരിക്കും. സോ അതുപോലെ എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ടൈറ്റായി. അതായത് ആദ്യത്തെ ഒരാഴ്ച വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകും, പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു വിഡ്രോവൽ വരും, എക്സ്ക്യൂസസ് വരും.
അതായത് ആദ്യം നമ്മൾ തുടങ്ങാവുന്ന ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടു തുടങ്ങലായിരിക്കും, പിന്നെ അത് ഷോർട്സും കൂടിയായി വരും, പിന്നെ നമ്മൾ ഇരിക്കുന്ന ടൈം പതുക്കെ കയറി കയറി പോവും. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ ഞാനിപ്പോൾ വായിച്ചിരുന്നൊരു ജയ് ഒരു തിങ്ക് ലൈക്ക് എ മോങ് എന്നൊരു ബുക്കുണ്ട്. സോ അതിൽ നിന്ന് വായിച്ചിട്ടുള്ള സംഭവം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി മാറ്റിക്കൊണ്ടുവരാം. അതായത് ഇപ്പോൾ ആദ്യത്തെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എണീക്കുക എന്നുള്ളതാണ്. അപ്പോൾ 6 മണിക്ക് എണീക്കുക എല്ലാ ദിവസവും. പിന്നെ കുറച്ച് നേരം എങ്ങനെയും ഇപ്പോൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക, ചായ കുടിക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുക, ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റാക്കി എടുക്കുക. ഇപ്പോൾ 6 മണിക്ക് എണീക്കുക എന്നുള്ളത്. സോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഹാബിറ്റായി വരുന്നതിൻ്റെ കൂടെ തന്നെ പതുക്കെ ഇപ്പോൾ റീൽസിൻ്റെ ടൈം നമ്മൾ കുറച്ച് കൊണ്ട് ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് നിർത്തണം, ചില കാര്യങ്ങൾ ഒറ്റയടിക്ക് നിർത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. സോ അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ നോക്കുന്ന ടൈം കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഷോർട്സിൻ്റെ ടൈം ആയാലും കുറച്ച് കൊണ്ടുവരിക. സോ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഇപ്പോൾ പല ആൾക്കാർക്കും പല പല വലിയ എയിം, അതായത് ഗോൾസ് അല്ലെങ്കിൽ എയിംസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് വലിയ ബിസിനസ്മാൻ ആവണമെന്നായിരിക്കും, ചില ആൾക്കാർക്ക് ഇപ്പോൾ വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ്മാൻ ആ ലെവലിലൊക്കെ, അല്ലെങ്കിൽ എഞ്ചിനീയർ, ഡോക്ടർ ഈ ലെവലൊക്കെ ആവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചെറിയ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇപ്പം ഇമ്പോസിബിളായി തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല, നമുക്ക് പതുക്കെ കയറി വേണം അതിൻ്റെ മുകളിലേക്ക്. സോ അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു ഗോൾ ഉണ്ടല്ലോ, അതിനെ ചെറുതായി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ എയിം ഉണ്ടായിരുന്നുണ്ടായിരുന്നു കാലത്ത് 6 മണിക്ക് എണീക്കണം, പിന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക, യൂട്യൂബ് ഷോർട്സ് കാണാതിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്ത സംഭവം ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് സ്റ്റോപ്പ് ആക്കിയതായിരുന്നു. സോ അത് കാരണം ആദ്യത്തെ ഒരാഴ്ച വരെ സ്മൂത്തായി പോയി, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ആ എക്സ്ക്യൂസസ് കൂടി പഴയ സ്റ്റേജിലേക്ക്. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എനിക്കിപ്പോൾ ഈ പല ഗോൾസ് ഉള്ളത് സ്പ്ലിറ്റ് ആക്കി എടുക്കുക. ആദ്യത്തെ ഒരു ഗോളാണ് 6 മണിക്ക് എണീക്കുക എന്നുള്ളത്. സോ 6 മണിക്ക് എണീക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ പതുക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഒരു കൺസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ എന്താ ഇൻസ്റ്റഗ്രാം റീൽസ് ടൈം കുറച്ചുകൊണ്ടിരിക്കുക, അത് കുറച്ച് കൊണ്ടുവന്ന് പിന്നെ അടുത്തത്, അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ എയിമുള്ളത് പാർട്സാക്കി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ലൈക്ക് നമ്മളെ ബെസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സീഡ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി അടുത്ത എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കും. ഓക്കെ, സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ മുഹമ്മദ് സൊല സൈനിങ് ഔട്ട്.